നമസ്കാരം. പി ദിവ്യ അത്രയ്ക്ക് കേമിയായി മാറിയോ? വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു 1-ാം തീയതി ഒരു പരിപാടി, ഡിസംബർ മാസം 1-ാം തീയതി ഒരു പരിപാടി നടക്കുന്നു ഒരു സ്കൂളിൽ വെച്ച്. ആ ചിത്രകലാ മത്സരമാണ് നടക്കുന്നത്. അതിൽ ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം ആണ് അതായത് കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ വളരെ മനോഹരമായ ഒരു പരിപാടിയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ചെറുകുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ഒരു ആക്ഷേപം മറ്റൊന്നുമല്ല. ഒരു ആ സ്കൂളിൽ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരു ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. അതായത് ശുചിത്രം 2024 എന്നാണ് അതിൻ്റെ പേര്. ശുചിത്രം 2024 എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഹയർ സെക്കൻഡറി, LP, UP, ഹൈസ്കൂൾ എന്നീ 3 വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ശുചിത്രം 2024 എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് വേറെ ആരുമല്ല, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജയിലിൽ കിടന്ന ദിവ്യ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ദിവ്യയുടെ മാറ്റു കുറയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. PP ദിവ്യ ആയി തന്നെ നിലനിൽക്കുന്നു. ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ക്രിമിനൽ കേസ് അടക്കമുള്ള അതിൽ കുറ്റാരോപിതയാണത്രേ. കുറ്റാരോപിതയായ PP ദിവ്യയെ വിളിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു ഇടമാണ്, അല്ലെങ്കിൽ അവിടെ മുഖ്യാതിഥിയായി എത്തിക്കാൻ പറ്റിയ ഒരു ഇടമാണല്ലോ ഒരു സ്കൂള്, അല്ലേ? ചെറുകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാരിന്റെ വകുപ്പിൽ നടക്കുന്നതാണ്. അവിടെ എന്ത് സന്ദേശമാണ് PP ദിവ്യയുടെ ഈ ഒരു മുഖ്യ അതിഥി വേഷത്തിലൂടെ കുട്ടികൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാൻ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് എത്തിച്ചേരുകയും അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പരാമർശിക്കുകയും അദ്ദേഹം എന്തോ വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയും ഒടുവിൽ ധാർഷ്ട്യം കലർന്ന സ്വരത്തിൽ അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം അതേ ധാർഷ്ട്യം ഒരു ലെവലേശം ചോർന്നു പോകാതെ അവിടെ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങിപ്പോയ PP ദിവ്യയെ നമ്മൾ കണ്ടതാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് ആ മനുഷ്യന്റെ മരണവാർത്തയാണ്, ആത്മഹത്യാ വാർത്ത. അപ്പോൾ ഇവിടെ എന്ത് പ്രസംഗിക്കാൻ വേണ്ടിയാണ്? അഴിമതി വിരുദ്ധതയെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണോ കുട്ടികളുടെ മുന്നിൽ നിന്നുകൊണ്ട്? അല്ലെങ്കിൽ ജീവിതത്തിൽ കലാമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം ഏത് രീതിയിൽ, അല്ലെങ്കിൽ വ്യക്തി ജീവിതം ഏത് രീതിയിൽ സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണോ PP ദിവ്യയെ മുഖ്യ അതിഥിയാക്കി വെച്ചിരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. എന്ത് സന്ദേശമാണ് PP ദിവ്യ ആ കുട്ടികൾക്ക് നൽകാൻ പോകുന്നത്? അതോ ജയിലിൽ കിടന്നതിൻ്റെ അനുഭവ കഥകൾ പറയുന്നതിന് വേണ്ടിയിട്ടോ? ഈ നാടൊട്ടുക്ക് PP ദിവ്യയെ അരിച്ചു പെറുക്കി പോലീസ് നടക്കുന്ന സമയത്ത് പോലും സുരക്ഷിതമായ ഒരു ഒളിത്താവളത്തിൽ ഇരുന്നതിൻ്റെ കഥ പറയുകയാണോ? ഒരു പുതിയ ഒളിവിലെ ഓർമ്മകൾ രചിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനുഭവ കഥകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണോ PP ദിവ്യ അവിടേക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നത്? അപ്പോൾ സ്കൂൾ അധികാരികൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നവീൻ ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ കുറ്റാരോപിതയാണ്, കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരിയാണ്, ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ് PP ദിവ്യ. അതിൽ എല്ലാ ദിവസവും ഈ പറയുന്ന സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട ഒരു പ്രതി കൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഒരാളാണ്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇക്കണ്ട ഗൂഢാലോചനയൊക്കെ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് വരുതിയിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു വലിയ അഴിമതിക്കാരി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കുടില തന്ത്രജ്ഞയാണ് സത്യത്തിൽ PP ദിവ്യ. അങ്ങനെയുള്ള PP ദിവ്യയാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളിരിക്കുന്ന, LP-യിൽ, UP-യിൽ, ഹൈസ്കൂളിലും ഒക്കെ പഠിക്കുന്ന ഏകദേശം 14 വയസ്സ് വരെ മാത്രം പ്രായമുള്ള, 15 വയസ്സ് വരെ മാത്രം പ്രായമുള്ള കുട്ടികളിരിക്കുന്ന ആ സ്കൂളിൽ കൊണ്ടുവന്ന് എന്ത് പുരാണം പഠിപ്പിക്കാനാണ്? എന്ത് പുരാണം പറയിക്കാനാണ്? നേരത്തെ ചോദിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെയാണോ ഇവിടെ പറയേണ്ടത്? അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ അല്ലെങ്കിൽ ഒരാളുടെ തേജോവധം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ? ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം? ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഒരു പൊതുസ്ഥലത്തേക്ക്, ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കയറി ചെല്ലുകയും അത് അലങ്കോലമാക്കി ആ മനുഷ്യന്റെ മനസ്സിനെ തകർത്ത് ഇല്ലായ്മ ചെയ്ത് അവസാനം അദ്ദേഹത്തെ മരണത്തിലേക്കും തള്ളിവിട്ടു. ആത്മഹത്യാ പ്രേരണ ക്രിമിനൽ കേസ് നിലനിൽക്കുകയാണ് ഇപ്പോഴും. ആ PP ദിവ്യയാണ് വിളിച്ചിപ്പോൾ സൽക്കരിക്കാൻ പോകുന്നത് ഗവൺമെന്റ് സ്കൂളിൽ. എന്ത് നാണം കെട്ട ഒരു സ്കൂൾ അധികൃതരാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രത്തോളം ചിന്താശേഷി ഇല്ലാണ്ടായിപ്പോയോ? ചോദിക്കുന്നതിൽ പറ്റും തോന്നരുത്. കാര്യം കുട്ടികളാണ് പങ്കെടുക്കുന്നത്.
ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് പി ദിവ്യയുടേത്. അവിടെ മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരെയോ പോലെ സിനിമയിൽ അഭിനയിച്ചതിനോ ഒന്നും അല്ല അവരുടെ മുഖം എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നത്. അവർ ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരാളെ കരുതി കൂട്ടി തേജോവധം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ട് അതിനുശേഷം അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ വേണ്ടി കളക്ടറോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയ കുടില ശ്രമങ്ങൾ. ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാളിനെ ഇറക്കുന്നു, പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളെ ഇറക്കുന്നു. കളക്ടർ തന്നെ പറയുന്നു, നവീൻ ബാബു വന്നിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തത് അപരാധം, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്നു. ഈ രീതിയിൽ അവിടുത്തെ പോലീസിനെയും അവിടുത്തെ രാഷ്ട്രീയ മേഖലയിലുള്ളവരെയും അധികാരസ്ഥാനത്തിരിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഈ പി ദിവ്യ. അപ്പോൾ അവരെ അതുകൊണ്ടാണ് അവരുടെ മുഖം എപ്പോഴും മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നത്. അല്ലാതെ അവർ വലിയ അഭിനേത്രി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനസേവനത്തിന് വേണ്ടി പുരസ്കാരം വാങ്ങിയവരോ സന്നദ്ധ പ്രവർത്തകയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം, അതൊക്കെ ഒരു കാലം. അതൊക്കെ മാറി. ഇപ്പം ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ്, കോടതി ജാമ്യം അനുവദിച്ച പ്രതിയാണ്, അന്വേഷണത്തെ നേരിടുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരു പി ദിവ്യയെ അവിടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് മുമ്പിൽ ഇറക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, കളക്ടർ, അവിടുത്തെ കമ്മീഷണർ, ഇവരെല്ലാം മനുഷ്യാവകാശ കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതെല്ലാം പി ദിവ്യക്ക് എതിരാണ്. അപ്പൊ ഇതുകൂടി ഈ സ്കൂൾ അധികൃതർ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു ഈ പറയുന്ന കാഞ്ഞങ്ങാട് രാമേന്ദ്രനെ പോലുള്ള ആൾക്കാർ വന്നിരിക്കുന്ന വേദിയിലേക്ക് പി ദിവ്യയെ കൊണ്ടേ നിർത്താൻ. അല്ലെങ്കിൽ അത്രയും കൊച്ചുകുട്ടികൾ ഇരിക്കുന്ന ഒരു സ്കൂളിലേക്ക് ആ വേദിയിലേക്ക് കൊണ്ട് എത്തിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു ശ്രമം ആയിരുന്നില്ല അവിടെ നടത്തേണ്ടിയിരുന്നത്. കുട്ടികൾക്ക് ഇതൊരു തെറ്റായ സന്ദേശമായിരിക്കും നൽകുന്നത്. എന്ത് ക്രിമിനൽ കേസ് ചെയ്തിരുന്നാലും കോടതി ജാമ്യം അനുവദിച്ചതിൻ്റെ പേരിൽ ഈ തനിക്ക് തങ്ങളുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത തെറ്റ് ശരിയായി മാറുമെന്ന് ആ കുട്ടികൾ തെറ്റിദ്ധരിക്കും. കുട്ടികൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഈ ലോകത്ത് നിയമം ഇത്രയേ ഉള്ളൂ, നിയമത്തിൻ്റെ വഴികളെല്ലാം ഇത്രയേ ഉള്ളൂ. എത്ര കുറ്റം ചെയ്തിരുന്നാലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ ഒന്നും ഭയക്കാതെ, ആരെയും ഭയക്കാതെ സധൈര്യം ആരുടെ മുഖത്തും തൻ്റെ ഇടത്തോടെ നോക്കാനുള്ള ശേഷി ഉണ്ടാകും എന്നുള്ള ഒരു തെറ്റായ സന്ദേശം ആ കുട്ടികൾക്ക് ഈ പി ദിവ്യയുടെ വരവോടുകൂടി പകർന്നു നൽകുന്നതായിരിക്കും. അപ്പോൾ പുനർവിചിന്തനം നടത്തുക. ദിവസമുണ്ടല്ലോ, ഡിസംബർ 1 ഉള്ളൂ പരിപാടി, ഇനി സമയമുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ പി ദിവ്യയെ മാറ്റി മറ്റേതെങ്കിലും കഴിവുറ്റ, കലഹമൂല്യമുള്ള, കലയെക്കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യപ്പറ്റുള്ള, അതോടൊപ്പം തന്നെ മനുഷ്യാവബോധമുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. മനുഷ്യാവകാശ കമ്മീഷൻ വരെ പി ദിവ്യ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇനിയെങ്കിലും സ്കൂൾ അധികാരികൾ തീരുമാനം നല്ലതെടുക്കും എന്ന് പ്രത്യാശിക്കുന്നു.